Hello friends, welcome to 𝙬𝙬𝙬𝙯 channel. My name is Ajay. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ONECARD ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഒരു ന്യൂസ് ആണ്. അപ്പോൾ ONECARD ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇനി ഉപയോഗിക്കാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും ആക്ച്വലി നമുക്ക് ഈ വീഡിയോ അപ്പോൾ അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ കാണാൻ ഫുൾ മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. എല്ലാവരും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ എല്ലാ കണ്ടും അപ്ലോഡ് കൊടുക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് URL ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കുന്ന വെബ്സൈറ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ONECARDൻ്റെ നമ്മുടെ എന്താ പറയുക ബില്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ ഡേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബില്ലിംഗ് ഡേറ്റ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പുതിയ RBI റൂൾ പ്രകാരം നമുക്ക് ആക്ച്വലി ഒറ്റ പ്രാവശ്യം നമുക്ക് നമ്മുടെ ബില്ലിംഗ് ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ കാർഡ് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഓൾറെഡി നമ്മുടെ ബാങ്ക് ഫിക്സ് ചെയ്ത ഒരു ജനറേഷൻ ഡേറ്റ് ഉണ്ടാവുക. അതായത് ബിൽ ജനറേഷൻ ഡേറ്റ് ഒരു ഫിക്സ് ഉണ്ടായിരിക്കും, ഡ്യൂ ഡേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓൾറെഡി ബാങ്ക് ഫിക്സ്ഡ് തരാം. അപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന RBI റൂൾ പ്രകാരം നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബാങ്കിൻ്റെയും ആപ്പിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകം പറയാൻ പോകുന്നത് നമ്മുടെ ONECARDൻ്റെ ആപ്പിലാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ONECARD ആപ്പ് എടുക്കാം. അപ്പോൾ ഞാൻ ONECARD ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ONECARD ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്യും. അപ്പോൾ നമുക്കൊരു റീഫണ്ട് വന്നിട്ടുണ്ട് ആമസോണിൻ്റെ, അത് ഓൾറെഡി കൂടെ കണ്ടായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ ഹോം പേജാണ്. അപ്പോൾ ഹോം പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ സെറ്റിങ്സ് പേജ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അയ്യോ നമ്മളിത് ഇമെയിലാണ് പോയത്. സെറ്റിങ്സിൽ പോവുക. ഇതെന്തത് സെറ്റിങ്സിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അവിടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാർഡ് വെച്ചിട്ട് ഇതുവരെ നമ്മൾ സേവ് ചെയ്ത റുപ്പീസാണ് 31,000 സംതിങ് റുപ്പീസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് പോയിൻറ്റ്സ് കൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ റെഫർ ലിങ്ക് മാത്രമല്ല. അപ്പോൾ റെഫർ ലിങ്ക് നിങ്ങൾക്ക് കൂടെ കാണണ്ടായിരിക്കും. റെഫർ ലിങ്ക് മോസ്റ്റ്ലി ഒരു 99% 2500 റിവാർഡ് പോയിൻറ്റ്സാണ് നമ്മൾ റെഫർ ലിങ്ക് ഇത് കയറുക. അതായത് 250 രൂപ. അപ്പോൾ 250 രൂപ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ എത്ര എണ്ണം കയറി കഴിഞ്ഞാൽ 30 പൈസ ഇപ്പോൾ എത്ര എന്നാലും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ അത് മാത്രമല്ല റെഫർ ലിങ്ക് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, റെഫർ ലിങ്ക് ഉണ്ട്. പക്ഷേ നമ്മൾ മോസ്റ്റ്ലി ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ അതിനൊരു 5 റിവാർഡ് പോയിൻറ്റ്സ് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മോസ്റ്റ്ലി എല്ലാ ആഴ്ചയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് മോസ്റ്റ്ലി വരാറ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വരാറ്. അത് ഓൾറെഡി ഓരോരുത്തർക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കട്ടെ അങ്ങനെ വീക്കിലി. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ സാധനത്തിനും നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് ആക്ച്വലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റ്സ് കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ശരിക്കും നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചതാണ്. 31,000 ഓൾമോസ്റ്റ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും ONECARDൽ നമുക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഓൾറെഡി നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും നമുക്ക് ക്യാഷ് കിട്ടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വന്ന സബ്ജക്റ്റ് മാറിപ്പോയി. നമ്മുടെ ബിൽ ജനറേഷൻ ഡേറ്റ് നിങ്ങൾക്ക് താഴെ കാണാണ്ടിരിക്കും. ഞാൻ ആക്ച്വലി ഇവിടെ ഫുൾ ബ്ലർ കിട്ടാം. താഴെ നിങ്ങൾക്ക് ബില്ലിംഗ് ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ മുകളിലൊരു ആരോ കാണാണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഡേറ്റ് വരുന്നത് 16 അപ്പോൾ നമുക്ക് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBI റൂൾ പ്രകാരം നമുക്ക് വൺ ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ. ചിലതിൽ നമുക്ക് മാനുവലായിട്ട് കൊടുക്കാൻ പറ്റും. ONECARD ഒരു മാനുവൽ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ 16th മന്താണ് എൻ്റെ നോർമലി. അത് നമുക്ക് വേണമെങ്കിൽ 22nd ആക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് ഡ്യൂ 2nd ആവും. പേയ്മെൻറ്റ് ഡ്യൂ ഇവിടെ 22nd ആണെങ്കിൽ 8th ആവും. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാൻ പറ്റും. അത് അവിടെ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഇതിൻ്റെ ബില്ലിംഗ് സൈക്കിൾ 1 സെറ്റ് കനോട്ട് ബി അപ്ഡേറ്റഡ് ലേറ്റർ. അപ്പോൾ വൺ ടൈം ആണ്. ദിസ് ചേഞ്ചസ് വിൽ റിഫ്ലക്ട് ഫ്രം നെക്സ്റ്റ് ബില്ലിംഗ് സൈക്കിളാണ് ആവുക. ഓട്ടോ പേ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റിവൈസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യട്ടെ. അത് നമ്മുടെ പുതിയ RBI റൂൾ പ്രകാരം വന്നിരിക്കുന്ന ചേഞ്ചസുകളാണ്. അപ്പോൾ കുറേ ഈ ടൈമിൽ വന്ന കുറേ RBI റൂൾ ആക്ച്വലി കസ്റ്റമേഴ്സിന് കുറച്ച് നല്ല റൂളുകളാണ്. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ONECARDൽ നമ്മുടെ വീൽ ജനറേഷൻ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. ചിലവർക്ക് ചില ഡേറ്റ് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ആ ബില്ലിംഗ് ഡേറ്റിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണം. നമ്മളെല്ലാവരും അപ്ലോഡ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.